നമുക്കൊക്കെ എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. ചില ദിവസങ്ങൾ നല്ല മടിയായിരിക്കും ജോലി ചെയ്യാനൊക്കെ, അതുപോലെ ചോറും കറിയൊക്കെ വെക്കാനായിട്ട്. അങ്ങനെയുള്ള ദിവസങ്ങൾ ഞാൻ ചെയ്യുന്നൊരു പരിപാടിയാണിത്. കുറച്ച് അരി എടുക്കുക, അതിൻ്റെ നേരെ പകുതി പരിപ്പ് എടുക്കുക, അത് വെള്ളവും ഉപ്പും മഞ്ഞളും ഒക്കെ ഒഴിച്ച് കുക്കറിനകത്തൊന്ന് വേവിച്ചെടുത്തിട്ട് പിന്നെ ഞാൻ ചെയ്യുന്ന പോലൊക്കെ ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ കാര്യം കഴിഞ്ഞു. ഇതിൻ്റെ കൂടെ ഒരു പപ്പടമോ ഒരു അച്ചാറോ ഉണ്ടെങ്കിൽ സൂപ്പറാണ് കഴിക്കാനായിട്ട്. വേറെ ഒന്നും കറികളൊന്നും വേണ്ട. പ്രത്യേകിച്ച് പിന്നെ നമ്മൾ മലയാളികൾക്ക് കുറേ അധികം കറികൾ വേണ്ടേ. തോരന് വേണം, കറി വേണം, അല്ലെ മീൻ കറി വേണം, അങ്ങനെയൊക്കെയില്ലേ. അതൊന്നും വേണ്ട. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ കുക്കറിനകത്തെല്ലാം ഒന്ന് വേവിച്ചെടുത്ത് ഇനി അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് പിന്നെ ജീരകം ഇട്ട് അതിലേക്ക് വറ്റൽമുളകൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് അതും ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഇതിനകത്ത് കാശ്മീരി മുളകാണ് ചേർക്കേണ്ടത്, പക്ഷേ എൻ്റെ കയ്യിൽ അതില്ലായിരുന്നു. അതുകൊണ്ട് പിരിയൻ മുളക്, ഇത് പിരിയൻ മുളകും കാശ്മീരി മുളകും തമ്മിൽ വ്യത്യാസമില്ലേ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ കുറച്ച് സവാളയൊക്കെ അരിഞ്ഞ് ചേർത്തു. അങ്ങനെ ഇതെല്ലാം കൂടി ഒന്ന് കടുക് വറുത്തെടുത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും അരിയും കൂടെ ഒന്ന് ചേർത്ത് വെച്ചത് അതുകൂടി ഒന്ന് ചേർത്തിളക്കി നമുക്ക് കഴിക്കാൻ പറ്റും. സൂപ്പർ ടേസ്റ്റ്. ഞാനിതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. അതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുത്ത് ഇനി കുറച്ച് തക്കാളിക്കായൊക്കെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്ത് അല്പം കായപ്പൊടിയൊക്കെ ചേർത്ത് നമുക്ക് കഴിക്കാം. ഇങ്ങനെയൊക്കെയാണ് വല്ലപ്പോഴും തട്ടിക്കുട്ടിയൊക്കെയാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഇതുപോലൊക്കെ ചെയ്തെടുക്കാറുണ്ടോ? മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ഇതിനകത്ത്, മുളക് പൊടി കായപ്പൊടിയൊക്കെ ചേർത്തു. ഇനി ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് വഴറ്റിയെടുക്കുന്ന ഹോട്ടൽ രീതിയിലൊക്കെ അതൊക്കെ വേറെ രീതി, അതൊന്നും നമുക്കറിയത്തില്ല. പിന്നെ സാധാരണ രീതിയിലൊക്കെ ഇതുപോലൊക്കെ ചെയ്തെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് കാര്യം കഴിഞ്ഞ് കിട്ടും. അതുപോലെ നമ്മുടെ ജോലിയും ചെയ്യാൻ പറ്റും, ബാക്കി പണികളും ചെയ്യാൻ പറ്റും, നമുക്ക് വിശ്രമിക്കുകയും ചെയ്യാം. നിങ്ങളും ഇതുപോലെ മടിയുള്ള ദിവസം ഇങ്ങനത്തെ ഐഡിയകളൊക്കെ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്, കുട്ടികൾക്കും ഇഷ്ടപ്പെടും, വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്, ഹെൽത്തിയാണ്. കാരണം പരിപ്പൊക്കെ ഉണ്ടല്ലോ, തുവർപ്പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പരിപ്പ് വേണമെങ്കിലും എടുക്കാം. അങ്ങനെ ഇതൊക്കെ ഒന്ന് തയ്യാറാക്കിയെടുത്തിന് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പിന്നെ കസ്തൂരി മേത്തി അതുകൂടെ ചേർത്ത്, അതൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ചേർത്ത് ഒന്ന് കഴിക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഹിന്ദിക്കാരുടെ ഒരു ഭക്ഷണമാണ്. മിക്കവാറും ഹിന്ദിക്കാരൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. നല്ല ടേസ്റ്റ്. ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി കഴിക്കണം. പിന്നെ നിങ്ങളുടെ ഈ നാരങ്ങ ഉണ്ടെങ്കിൽ അല്പം നാരങ്ങയോടെ പിഴിഞ്ഞൊഴിച്ച് കഴിക്കാമെങ്കിൽ സൂപ്പറാണ്. ഞാനിവിടെ അച്ചാറും പപ്പടവും പിന്നെ ഉള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം.